ഗുഡ് മോർണിംഗ് ടു ഓൾ. ഇന്ന് നിങ്ങൾക്ക് പഠിക്കാനുള്ള ടോപ്പിക്ക് ലിക്വിഡിറ്റി റേഷ്യോസ് ആണ്. ലിക്വിഡിറ്റി റേഷ്യോസ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞായിരുന്നു ക്ലാസിഫിക്കേഷൻ ഓഫ് റേഷ്യോസ്. അതൊരു ക്ലാസിഫിക്കേഷനിൽ പറയുന്നുണ്ടായിരുന്നു ലിക്വിഡിറ്റി റേഷ്യോ. അപ്പോൾ എന്നാൽ ലിക്വിഡിറ്റി റേഷ്യോ നോക്കാം. The term liquidity refers to the firm's ability to meet its current liabilities when they become due. Liquidity ratios are used to measure the liquidity positions or short-term financial positions of a firm. ലിക്വിഡിറ്റി എന്ന് പറഞ്ഞാൽ ബിസിനസ് ഫേമിന് അവരുടെ ലൈബിലിറ്റീസ് ഡ്യൂ ആവുന്ന സമയത്ത്, ലൈബിലിറ്റീസ് പറഞ്ഞാൽ കറണ്ട് ലൈബിലിറ്റീസ് ഡ്യൂ ആവുന്ന സമയത്ത് അത് കൊടുത്തു തീർക്കാനുള്ള ബിസിനസ് ഫേമിൻ്റെ എബിലിറ്റിയാണ് ലിക്വിഡിറ്റി എന്ന് പറയുന്നത്. ബിസിനസ് ഫേമിൻ്റെ കറണ്ട് ലൈബിലിറ്റീസ് നമുക്കറിയാം, ബാങ്കിൽ നിന്ന് എടുക്കുന്ന ഷോർട്ട് ടൈം ലോൺസ്, അതുപോലെ തന്നെ ക്രെഡിറ്റേഴ്സ്, ബാങ്ക് ഓവർ ഡ്രാഫ്റ്റ്, ഇതൊക്കെയാണ് ഷോർട്ട് ടൈം ലൈബിലിറ്റീസ് എന്ന് പറയുന്നത്. ഈ ഷോർട്ട് ടൈം ലൈബിലിറ്റീസ് ഡ്യൂ ആവുന്ന സമയത്ത് എന്ന് വെച്ചാൽ കൊടുക്കേണ്ട സമയത്ത് കൊടുത്തു തീർക്കാൻ പറ്റുന്ന ആ ബിസിനസ് ഫേമിൻ്റെ എബിലിറ്റീസിനാണ് എന്ത് പറയുന്നത്, ലിക്വിഡിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ ലിക്വിഡിറ്റി റേഷ്യോ വഴിയായിട്ട് ബിസിനസ് ഫേമിൻ്റെ ലിക്വിഡിറ്റി പൊസിഷൻ, അതുപോലെ ഷോർട്ട് ടൈം ഫിനാൻഷ്യൽ പൊസിഷനാണ് അവിടെ മെഷർ ചെയ്യുന്നത്. ഫിനാൻഷ്യൽ പൊസിഷൻ, ബിസിനസ് ഫേമിൻ്റെ ഷോർട്ട് ടൈം ഫിനാൻഷ്യൽ പൊസിഷൻ എന്ന് വെച്ചാൽ വർക്കിംഗ് ക്യാപിറ്റലൊക്കെ എത്രത്തോളം ഉണ്ട്. അതുപോലെ തന്നെ ലിക്വിഡിറ്റി പൊസിഷൻ എന്ന് പറയുമ്പോൾ ബിസിനസ് ഫേമിന് ഒരു ക്യാഷുള്ള അവസ്ഥ. എപ്പോഴേലും ബിസിനസ് ഫേമിന് പണം ആവശ്യമാകുമ്പം, അല്ലെങ്കിൽ ഇതുപോലെ തന്നെ ക്രെഡിറ്റേഴ്സിന് പണം തിരിച്ചു കൊടുക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ ബാങ്കിൽ ഷോർട്ട് ടൈം ലോൺസൊക്കെ നമ്മൾ തിരിച്ചു കൊടുക്കുന്ന സമയത്ത് ബിസിനസ് ഫേമിന് ഒരു ക്യാഷ് ഉണ്ടാകുന്ന അവസ്ഥ, ആ പൊസിഷനാണ് നമ്മൾ എന്ത് പറയുന്നത്, ആ പൊസിഷൻ മെഷർ ചെയ്യാൻ വേണ്ടിയാണ് ലിക്വിഡിറ്റി റേഷ്യോസ് ഉപയോഗിക്കുന്നത്. The bankers and creditors for materials are interested in the liquidity position. The ratio which reflects the short-term solvency of a business units are current ratio, quick ratio, working capital turnover ratio, fixed asset turnover ratio, etc. സാധാരണ രീതിയിൽ ഈ ലിക്വിഡിറ്റി റേഷ്യോസ് ഉപയോഗിക്കുന്നത്, അല്ലെങ്കിൽ അത് ആർക്കൊക്കെ ഉപകാരപ്പെടുന്നതെന്ന് ചോദിച്ചാൽ ബാങ്കേഴ്സ്, ക്രെഡിറ്റേഴ്സിനൊക്കെയാണ്. കാരണം നമുക്കറിയാം, ബാങ്ക് എന്ന് പറയുന്ന ബിസിനസ് ഫേമിന് ലോൺസ്, ഷോർട്ട് ടൈം ലോൺസ് അല്ലെങ്കിൽ ലോൺസൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നവരാണ് ബാങ്ക് എന്ന് പറയുന്നത്. അപ്പം ബാങ്ക് ഈ ബിസിനസ് ഫേമിന് കടം കൊടുക്കുന്നതിന് മുന്നേ ആ ബിസിനസ് ഫേമിൻ്റെ ഈ ഷോർട്ട് ടൈം ഫിനാൻഷ്യൽ പൊസിഷൻ അറിഞ്ഞിരിക്കണം. എന്ന് വെച്ചാൽ ഇവർക്ക് ഈ കടം തിരിച്ചു കൊടുക്കാൻ പറ്റുന്ന അവസ്ഥയുണ്ടോ, അങ്ങനെയൊക്കെ അറിയാൻ വേണ്ടിയൊക്കെ. അതുപോലെ തന്നെ ക്രെഡിറ്റേഴ്സ് എന്ന് നമുക്കറിയാം, ബിസിനസ് ഫേമിന് മെറ്റീരിയൽസൊക്കെ ക്രെഡിറ്റിന് സപ്ലൈ ചെയ്യുന്ന വ്യക്തികളാണ് ക്രെഡിറ്റേഴ്സ്. അപ്പോൾ ഇങ്ങനെ ക്രെഡിറ്റിന് സാധനങ്ങൾ സപ്ലൈ ചെയ്യണമെങ്കിൽ ഈ ബിസിനസ് ഫേമിൻ്റെ ഷോർട്ട് ടൈം ഫിനാൻഷ്യൽ പൊസിഷൻ അറിഞ്ഞിരിക്കണം. അപ്പോൾ ഇങ്ങനെയുള്ള ബാങ്കേഴ്സും ക്രെഡിറ്റേഴ്സൊക്കെ ബിസിനസ് ഫേമിൻ്റെ ഷോർട്ട് ടൈം ഫിനാൻഷ്യൽ പൊസിഷൻസൊക്കെ അറിയാൻ വേണ്ടി ഉപയോഗിക്കുന്ന റേഷ്യോസാണ് ലിക്വിഡിറ്റി റേഷ്യോസ്. അപ്പോൾ ഈ ലിക്വിഡിറ്റി റേഷ്യോസിൽ പ്രധാനമായിട്ടും വരുന്നത് കറണ്ട് റേഷ്യോ, ക്വിക്ക് റേഷ്യോ, വർക്കിംഗ് ക്യാപിറ്റൽ ടേൺ ഓവർ റേഷ്യോ, ഫിക്സ്ഡ് അസറ്റ് ടേൺ ഓവർ റേഷ്യോ, ഇതൊക്കെയാണ്. നമുക്ക് ലിക്വിഡ് റേഷ്യോസിൽ നമുക്ക് ഇനി പഠിക്കാനുള്ള എന്തൊക്കെയാണ്, കറണ്ട് റേഷ്യോ ഉണ്ട്, ക്വിക്ക് റേഷ്യോ, വർക്കിംഗ് ക്യാപിറ്റൽ ടേൺ ഓവർ റേഷ്യോ, ഫിക്സ്ഡ് അസറ്റ് ടേൺ ഓവർ റേഷ്യോ ഒക്കെയാണ്. അപ്പോൾ നമുക്ക് ഈ ലിക്വിഡിറ്റി റേഷ്യോയിൽ വരുന്ന ഫസ്റ്റ് റേഷ്യോ നോക്കാം, കറണ്ട് റേഷ്യോ. Current ratio is defined as the ratio of current assets to current liabilities. It shows the relationship between total current assets and total current liabilities. Current ratio is also called working capital ratio or bankers ratio. ഈ കറണ്ട് റേഷ്യോ എന്ന് പറഞ്ഞാൽ ഇവിടെ പറയുന്നത് ഇറ്റ് ഈസ് എ റേഷ്യോ ഓഫ് കറണ്ട് അസറ്റ്സ് ടു കറണ്ട് ലൈബിലിറ്റീസ് ആണ്. കറണ്ട് അസറ്റ്സും കറണ്ട് ലൈബിലിറ്റീസും തമ്മിലുള്ള റേഷ്യോസിനാണ് നമ്മൾ കറണ്ട് റേഷ്യോസ് എന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ ഇറ്റ് ഈസ് എ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ കറണ്ട് അസറ്റ്സ് ആൻഡ് കറണ്ട് ലൈബിലിറ്റീസ്. കറണ്ട് അസറ്റ്സും കറണ്ട് ലൈബിലിറ്റീസും തമ്മിലുള്ള റിലേഷൻഷിപ്പിന് നമ്മൾ കറണ്ട് റേഷ്യോ എന്നാണ് പറയുന്നത്. കറണ്ട് റേഷ്യോസ് നമ്മൾ വർക്കിംഗ് ക്യാപിറ്റൽ റേഷ്യോ എന്നും അതുപോലെ തന്നെ ബാങ്കേഴ്സ് റേഷ്യോ എന്നും പറയാറുണ്ട്. അപ്പോൾ ഇത് കറണ്ട് റേഷ്യോസ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, കറണ്ട് റേഷ്യോ ഈസ് ഈക്വൽ ടു കറണ്ട് അസറ്റ്സ് ഡിവൈഡഡ് ബൈ കറണ്ട് ലൈബിലിറ്റി. കറണ്ട് റേഷ്യോ എന്ന് പറഞ്ഞാൽ കറണ്ട് അസറ്റ്സ് ഡിവൈഡഡ് ബൈ കറണ്ട് ലൈബിലിറ്റിയാണ്. അപ്പം നമുക്ക് ഈ കറണ്ട് റേഷ്യോ കണ്ടുപിടിക്കണമെങ്കിൽ കറണ്ട് അസറ്റ്സ് എന്താണെന്ന് അറിഞ്ഞിരിക്കണം, കറണ്ട് ലൈബിലിറ്റീസ് എന്താണെന്ന് അറിഞ്ഞിരിക്കണം. നിങ്ങൾക്കൊക്കെ അറിയാവുന്നതാണ് കറണ്ട് അസറ്റ്സ് എന്തൊക്കെയാണ്, കറണ്ട് ലൈബിലിറ്റീസ് എന്തൊക്കെയാണെന്ന് അറിയാവുന്നതാണ്. എങ്കിലും അതൊന്നും കൂടെ പറയാം. കറണ്ട് അസറ്റ്സ് എന്ന് പറയുമ്പോൾ എന്തൊക്കെയാണെന്ന് നോക്കുക, കറണ്ട് അസറ്റ്സിൽ പെടുന്ന ഐറ്റംസ് നോക്കുക.
കറണ്ട് അസറ്റ്സ് എന്ന് പറയുമ്പം ക്യാഷ് ഇൻ ഹാൻഡ് വരും, ക്യാഷ് അറ്റ് ബാങ്ക് വരും, മാർക്കറ്റബിൾ ഓർ ഷോർട്ട് ടൈം സെക്യൂരിറ്റീസ് വരും, ഷോർട്ട് ടൈം ഇൻവെസ്റ്റ്മെൻറ്റ്, ബിൽസ് റിസീവബിൾ, സൺട്രി ഡെറ്റേഴ്സ്, സ്റ്റോക്ക് ഓർ ഇൻവെൻട്രീസ്, വർക്ക് ഇൻ പ്രോഗ്രസ്, പ്രീപെയ്ഡ് എക്സ്പെൻസസ്. ഇത്രയുമാണ് കറണ്ട് അസറ്റ്സിൽ ഉൾപ്പെടുന്ന ഐറ്റംസ്. അപ്പോൾ നിങ്ങൾ ഈ കറണ്ട് അസറ്റ്സിൽ ഉൾപ്പെടുന്ന ഐറ്റംസ് എന്താണെന്ന് നിങ്ങൾ പഠിച്ചു വെക്കുക, അല്ലെങ്കിൽ നമുക്ക് കറണ്ട് റേഷ്യോ ചെയ്യാൻ പറ്റുകയില്ല. അപ്പോൾ നമ്മൾ എന്താണെന്ന് കറണ്ട് അസറ്റ്സിൽ ഉൾപ്പെടുന്ന ഐറ്റംസ് നമ്മൾ പഠിച്ചു വെക്കണം. അതുപോലെ തന്നെ കറണ്ട് ലയബിലിറ്റീസിൽ ഉൾപ്പെടുന്ന ഐറ്റം എന്തൊക്കെയാണ്? സൺട്രി ക്രെഡിറ്റേഴ്സ്, ബിൽസ് പേയബിൾ, ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസസ്, ഷോർട്ട് ടൈം അഡ്വാൻസസ്, പ്രൊവിഷൻ ഫോർ ടാക്സ്, ഡിവിഡൻഡ് പേയബിൾ, ബാങ്ക് ഓവർ ഡ്രാഫ്റ്റ്. ഇത്രയുമാണ് കറണ്ട് ലയബിലിറ്റീസിൽ ഉൾപ്പെടുന്ന ഐറ്റംസ്. അപ്പോൾ ഈ കറണ്ട് അസറ്റ്സ് ഡിവൈഡഡ് ബൈ കറണ്ട് ലയബിലിറ്റീസ് ആണ് എന്ത്? കറണ്ട് റേഷ്യോ എന്ന് പറയുന്നത്. നമുക്ക് പഠിക്കാനുള്ളത് സ്റ്റാൻഡേർഡ് കറണ്ട് റേഷ്യോ ഓർ ഐഡിയൽ കറണ്ട് റേഷ്യോ എന്താണെന്ന് നോക്കാം. എന്ന് വെച്ചാൽ കറണ്ട് അസറ്റ്സ് ഡിവൈഡ് ബൈ കറണ്ട് ലയബിലിറ്റീസ് എന്ന് പറയുമല്ലേ, അപ്പോൾ അത് നമുക്ക് ഐഡിയൽ ആയിട്ട് അല്ലെങ്കിൽ ഒരു സ്റ്റാൻഡേർഡ് കറണ്ട് റേഷ്യോ ഏതാണെന്ന് നോക്കാം. ഇവിടെ പറയുന്നത് ജനറലി എ കറണ്ട് റേഷ്യോ ഓഫ് 2:1 ഈസ് കൺസിഡേർഡ് സാറ്റിസ്ഫാക്ടറി ഓർ ഐഡിയൽ. This means that current assets shall be least twice the current liabilities. This further means that after paying off the current liabilities, there should be a sufficient margin of working capital. ഇവിടെ പറയുന്നത് കറണ്ട് റേഷ്യോയുടെ ഐഡിയൽ കറണ്ട് റേഷ്യോ എന്ന് പറഞ്ഞാൽ 2:1 ആണ്, അല്ലെങ്കിൽ ഒരു സ്റ്റാൻഡേർഡ് കറണ്ട് റേഷ്യോ എന്ന് പറഞ്ഞാൽ 2:1 ആണ്. അതായത് കറണ്ട് അസറ്റ്സ് എല്ലായ്പ്പോഴും കറണ്ട് ലയബിലിറ്റീസിൻ്റെ ഇരട്ടി ഇരട്ടിയായിരിക്കണം. കറണ്ട് ലയബിലിറ്റീസ് എത്രയാണുള്ളത് അതിൻ്റെ ഇരട്ടിയായിരിക്കണം കറണ്ട് അസറ്റ്സ് ഉണ്ടായിരിക്കേണ്ടത്. എന്നുവെച്ചാൽ ഒരു ബിസിനസ് ഫേമിൽ കറണ്ട് ലയബിലിറ്റീസ് എത്രയാണോ അതിൻ്റെ ഇരട്ടിയായിരിക്കണം കറണ്ട് അസറ്റ്സ് ഉണ്ടായിരിക്കേണ്ടത്. കാരണം നമ്മൾ ഈ കറണ്ട് ലയബിലിറ്റീസ് എല്ലാം കൊടുത്തതിന് ശേഷം കറണ്ട് ലയബിലിറ്റീസ് നമ്മൾ കറണ്ട് അസറ്റ്സിൽ നിന്നാണ് കൊടുക്കുന്നത്. ബിസിനസ് ഫേമിൻ്റെ കറണ്ട് അസറ്റ്സിൽ നിന്നാണ് കറണ്ട് ലയബിലിറ്റീസ് എല്ലാം നമ്മൾ കൊടുത്തു തീർക്കുന്നത്. അങ്ങനെ കറണ്ട് ലയബിലിറ്റീസ് എല്ലാം ഒഴിവാക്കി തീർത്താൽ അല്ലെങ്കിൽ കൊടുത്തു തീർത്ത് കഴിയുമ്പം ബിസിനസ് ഫേമിൽ കറണ്ട് അസറ്റ്സ് കുറച്ച് ബാക്കി ഉണ്ടായിരിക്കണം. അതാണ് ഇവിടെ പറയുന്നത് ദർ ഷുഡ് ബി എ സഫിഷ്യൻറ്റ് മാർജിൻ ഓഫ് വർക്കിംഗ് ക്യാപിറ്റൽ കുറച്ച് ഉണ്ടായിരിക്കണം. അപ്പോൾ ഇവിടെ ഓർത്തിരിക്കുക, ഐഡിയൽ ഓർ സ്റ്റാൻഡേർഡ് കറണ്ട് റേഷ്യോ എന്ന് പറഞ്ഞാൽ 2:1 ആണ്. കറണ്ട് ലയബിലിറ്റി എത്രയാണോ അതിൻ്റെ ഡബിൾ ഉണ്ടായിരിക്കണം കറണ്ട് അസറ്റ്. എന്ന് വെച്ചാൽ കറണ്ട് ലയബിലിറ്റീസ് നമ്മൾ കൊടുത്തു തീർത്താലും അവിടെ കറണ്ട് അസറ്റ്സ് ബാക്കി ഉണ്ടായിരിക്കണം, അല്ലെങ്കിൽ വർക്കിംഗ് ക്യാപിറ്റൽ ബാക്കി ഉണ്ടായിരിക്കണം. ഇങ്ങനെയാണ് നമ്മൾ കറണ്ട് റേഷ്യോസ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. നമുക്കതിൻ്റെ പ്രോബ്ലം എങ്ങനെ ചെയ്യുന്നത് നോക്കാം. കറണ്ട് റേഷ്യോ കണ്ടുപിടിക്കാനുള്ള ഒരു ക്വസ്റ്റ്യനാണിത്. ക്വസ്റ്റ്യൻ നോക്കുക. മെഷീനറി 2,50,000, പ്രീപെയ്ഡ് എക്സ്പെൻസസ് 2,000, സൺട്രി ഡെറ്റേഴ്സ് 1,67,500, ക്യാഷ് ഇൻ ഹാൻഡ് ആൻഡ് അറ്റ് ബാങ്ക് 15,500, ഷോർട്ട് ടൈം ഇൻവെസ്റ്റ്മെൻറ്റ് 20,000, സൺട്രി ക്രെഡിറ്റേഴ്സ് 1,50,000, സ്റ്റോക്ക് 1,45,000, ബിൽസ് പേയബിൾ 38,000, എക്സ്പെൻസസ് പേയബിൾ 12,000, ലോങ് ടൈം ലോൺസ് 75,000. ഇത്രയാണ് ക്വസ്റ്റിന് തന്നിരിക്കുന്ന ഇൻഫോർമേഷൻ. നമ്മളോട് കണ്ടുപിടിക്കാൻ വേണ്ടി പറയുന്ന കറണ്ട് റേഷ്യോ ആണ് അല്ലേ. അപ്പോൾ കറണ്ട് റേഷ്യോ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താ? കറണ്ട് അസറ്റ്സ് ഡിവൈഡഡ് ബൈ കറണ്ട് ലയബിലിറ്റീസ് ആണ്. അപ്പോൾ ഈ ക്വസ്റ്റിനിൽ നിന്ന് കറണ്ട് അസറ്റ്സ് എന്തൊക്കെയാണെന്ന് കണ്ടുപിടിക്കണം, അതുപോലെ തന്നെ കറണ്ട് ലയബിലിറ്റീസ് കണ്ടുപിടിക്കണം, എന്നിട്ട് അത് ആഡ് ചെയ്യണം. അപ്പോൾ കറണ്ട് അസറ്റ്സ് ഏതൊക്കെയാണെന്ന് നോക്കാം. കറണ്ട് അസറ്റ്സ് എന്തൊക്കെയാണെന്നുള്ളത് നേരത്തെ തന്നിരുന്നു. അപ്പോൾ കറണ്ട് അസറ്റ്സ് എന്തൊക്കെയാണ് വരുന്നത്? കറണ്ട് അസറ്റ്സ് വരുന്നത് ഈ മെഷീനറി വരുമല്ലേ. മെഷീനറി എന്ന് പറഞ്ഞാൽ എന്താ? അത് ഫിക്സഡ് അസറ്റാണ്. അപ്പം മെഷീനറി കറണ്ട് അസറ്റ്സിൽ പെടുന്നതല്ല. ഈ പ്രീപെയ്ഡ് എക്സ്പെൻസസ് കറണ്ട് അസറ്റ്സിൽ പെടുന്ന ഐറ്റമാണ്. സൺട്രി ഡെറ്റേഴ്സ് കറണ്ട് അസറ്റ്സിൽ പെടും. ക്യാഷ് ഇൻ ഹാൻഡ് ആൻഡ് അറ്റ് ബാങ്ക് കറണ്ട് അസറ്റ്സ് ആണ്. ഷോർട്ട് ടൈം ഇൻവെസ്റ്റ്മെൻ്റ് ആണ്. ദെൻ സൺട്രി ക്രെഡിറ്റേഴ്സ് കറണ്ട് ലയബിലിറ്റീസ് ആണ്. സ്റ്റോക്ക് എന്ന് പറയുന്നത് കറണ്ട് അസറ്റ്സ് ആണ്. ബിൽസ് പേയബിൾ കറണ്ട് ലയബിലിറ്റീസ് ആണ്. എക്സ്പെൻസസ് പേയബിൾ കറണ്ട് ലയബിലിറ്റീസ് ആണ്. ലോങ് ടൈം ലോൺസ് എന്ന് പറയുന്നത് ഏതാ? ലോങ് ടൈം ലയബിലിറ്റീസ് ആണ്. കറണ്ട് ലയബിലിറ്റീസ് അല്ല, ലോങ് ടൈം ലയബിലിറ്റീസ് ആണ്. അപ്പം ഇതിനകത്ത് കറണ്ട് അസറ്റ്സ് തന്നെ എടുക്കുക, കറണ്ട് അസറ്റ്സ് എടുത്തിട്ട് അത് ആഡ് ചെയ്യുക. ദെൻ അതുപോലെ തന്നെ കറണ്ട് ലയബിലിറ്റീസ് എടുക്കുക, കറണ്ട് ലയബിലിറ്റീസ് ആഡ് ചെയ്യുക. ഇവിടെ ആൻസർ ചെയ്തിരിക്കുന്നത് നോക്കുക. കറണ്ട് റേഷ്യോ ഈസ് ഈക്വൽ ടു കറണ്ട് അസറ്റ്സ് ഡിവൈഡ് ബൈ കറണ്ട് ലയബിലിറ്റീസ് ആണ്. അപ്പോൾ നമ്മൾ കറണ്ട് അസറ്റ്സ് എന്ന് പറഞ്ഞ് എഴുതുക. കറണ്ട് അസറ്റ്സ് എന്ന് പറഞ്ഞ ക്വസ്റ്റിനിൽ നിന്ന് കറണ്ട് അസറ്റ്സ് ഏതൊക്കെയാണോ അതെല്ലാം കൂടെ എടുത്തെഴുതുക, എന്നിട്ട് ടോട്ടൽ ചെയ്യുക. അപ്പോൾ നമുക്ക് കറണ്ട് അസറ്റ്സിൻ്റെ ടോട്ടൽ കിട്ടുന്നത് 3,50,000 ആണ്. അതുപോലെ കറണ്ട് ലയബിലിറ്റീസ് എഴുതുക. കറണ്ട് ലയബിലിറ്റീസ് എന്തൊക്കെയാണെന്ന് നോക്കുക.
നമുക്ക് ഈ ക്വസ്റ്റിന് 3 കറണ്ട് ലയബിലിറ്റീസേ ഉള്ളൂ. ആ കറണ്ട് ലയബിലിറ്റീസ് എടുത്തെഴുതുക, എന്നിട്ട് അത് ടോട്ടൽ ചെയ്യുക. ടോട്ടൽ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ 2 lakh ആണ്. കറണ്ട് അസറ്റ്സിൻ്റെ ടോട്ടൽ 3,50,000, കറണ്ട് ലയബിലിറ്റീസിൻ്റെ ടോട്ടൽ 2 lakhs അല്ലേ. നമുക്ക് ഇക്വേഷനിലേക്ക് അപ്ലൈ ചെയ്യുക. കറണ്ട് റേഷ്യോ ഈസ് ഈക്വൽ ടു കറണ്ട് അസറ്റ്സ് ഡിവൈഡ് ബൈ കറണ്ട് ലയബിലിറ്റീസ്. കറണ്ട് അസറ്റ്സ് 3,50,000 ഡിവൈഡ് ബൈ 2 lakhs. 2 lakhs എന്ന് പറയുമ്പോൾ ആൻസർ നമുക്ക് 1.75 ആണ് കിട്ടുന്നത്. അപ്പോൾ ആൻസർ 1.75 കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അതിൻ്റെ കൂടെ എന്ത് ചെയ്യണം, 1:1 എന്നും കൂടെ ചേർക്കുക. 1.75:1 എന്ന് വെച്ചാൽ 1.75 എന്ന് പറയുന്നത് ഈ കറണ്ട് അസറ്റ്സ് ആണ്. നമ്മൾ മുകളിൽ എഴുതിയിരിക്കുന്നത് കറണ്ട് അസറ്റ്സ് ആണ് 1.75 എന്ന് പറയുന്നത്. താഴെയുള്ള കറണ്ട് ലയബിലിറ്റീസിലെ കറണ്ട് ലയബിലിറ്റീസാണ് 1 എന്നുകൊണ്ട് സൂചിപ്പിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന ആൻസർ ഏതാണോ ആ ആൻസറിനോട് 1:1 എന്നും കൂടി എഴുതുക. അതിൻ്റെ അർത്ഥം ഇതാണ്, ഈ ആദ്യം തന്നിരിക്കുന്നത് 1.75 എന്ന് പറയുന്ന കറണ്ട് അസറ്റ്സും 1 എന്ന് പറയുന്ന കറണ്ട് ലയബിലിറ്റീസുമാണ്. ഈ രീതിയിലാണ് പ്രോബ്ലം ചെയ്യേണ്ടത്. അപ്പം ഓർത്തിരിക്കുക, ഇക്വേഷൻ ഇതാണ്, കറണ്ട് റേഷ്യോ ഈസ് ഈക്വൽ ടു കറണ്ട് അസറ്റ്സ് ഡിവൈഡ് ബൈ കറണ്ട് ലയബിലിറ്റീസ്.